അത്തരത്തിൽ വൺ വേ സംവിധാനം തെറ്റിച്ചു പോയി കഴിഞ്ഞാൽ ഒരു രോഗിയുടെ അല്ലെങ്കിൽ ഒരാളിന്റെ ജീവൻ നഷ്ടപ്പെടാനുള്ള സാഹചര്യം കൂടിയുണ്ട്. എല്ലാ വണ്ടിയും അതുവഴിയാണ് പോകുന്നത്. പ്രൈവറ്റും KSRTC ഫാസ്റ്റും എല്ലാം അതുവഴിയാണ് പോകുന്നത്. തിരക്കേറിയ ജംഗ്ഷനാണ് പാരിപ്പള്ളി. മെഡിക്കൽ കോളേജൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ദിനവും നൂറുകണക്കിന് വാഹനങ്ങൾ ഇതുവഴി പോകാറുണ്ട്. ഗതാഗത കുരുക്ക് ഭീകരമാണ്. തിരിയുമ്പോൾ ഇങ്ങോട്ട് നല്ല ബുദ്ധിമുട്ടാണ് നമ്മൾ. ഈ മുക്കട ജംഗ്ഷന്റെ ഒരു കാര്യം പറയാം, സ്വകാര്യ ബസ്സുകളടക്കം ഇപ്പൊ അതുവഴി കടന്നു പോകുന്ന അതുവഴിയാണ് കയറി പോകുന്നത്. ഓരോ വണ്ടി വരുമ്പോൾ ബ്ലോക്ക് ആവും. റോങ് സൈഡ് കയറി പോകുമ്പോഴേ ഇന്ന് രാവിലെ ഞങ്ങളുടെ ക്യാമറമാൻ പകർത്തിയ ദൃശ്യത്തിൽ ഒരു സ്വകാര്യ ബസ് വരുന്നു, അവിടെ ബ്ലോക്ക് ഉണ്ടാകുന്നു, ആംബുലൻസ് അടക്കം അവിടെ കുരുക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോണ വണ്ടികൾക്ക് സമയമില്ല ബസ്സിന്. ഇവർ ഇതുവഴി കറങ്ങി റോഡിൽ ഓടി ചിലപ്പോൾ അവരെ വർക്കല റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ ക്രോസ് അടക്കി. അതുകൊണ്ട് അവർക്ക് സമയം ഓടി എത്താൻ വേണ്ടിയാണ് അവർ ഇതിലേ കയറുന്നത്. അവരെ പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റത്തില്ല. അവർക്ക് ഓടി എത്താൻ പറ്റുന്നില്ല. പക്ഷേ ഈ വർക്കലയിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു അടിപ്പാത അതിന്റെ നിർമ്മാണത്തിന് അശാസ്ത്രീയമാണ്. തുടക്കം മുതലേ പാരിപ്പള്ളിയിലുള്ള എല്ലാ പൊതുജനങ്ങളും ആവശ്യപ്പെട്ടാണ് അവിടെ അതിനൊരു അടിപ്പാത വേണമെന്നുള്ളത്. മുമ്പോട്ടായിരുന്നെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. നമുക്കറിയാം ഇപ്പൊ ഇവിടെ തന്നെ ഈ ഗതാഗതം നിയന്ത്രിക്കാൻ 1-2 ട്രാഫിക് വാർഡൻ മാത്രമേ ഉള്ളൂ അല്ലേ? പോലീസ് സംവിധാനമൊക്കെ കുറവാണ്. 1-2 പേരെ കൊണ്ട് മാത്രം പരിശ്രമിച്ചാൽ തീരുന്ന ഗതാഗത കുരുക്കല്ല നമ്മുടെ ഈ ബ്ലോക്കായി കിടക്കുന്നുണ്ട്. റോഡൊക്കെ കംപ്ലീറ്റ് ബ്ലോക്കാണ്. പാരിപ്പള്ളി ജംഗ്ഷനിൽ ഈ ദേശീയപാതയുടെ ആരംഭിച്ച ദിവസം മുതൽ ക്രമാതീതമായിട്ടുള്ള ഗതാഗത കുരുക്കാണ് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സർവീസ് റോഡുകളെ ആശ്രയിച്ചാണ് ഈ ദേശീയപാതയിൽ കൂടി കടന്നു പോകുന്ന വാഹനങ്ങൾ പോകുന്നത്. നമുക്കറിയാം ഈ പാരിപ്പള്ളിയിലാണ് കൊല്ലം ജില്ലയിലെ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ പലപ്പോഴും ഈ സർവീസ് റോഡുകൾ കൂടി കടന്നു വന്ന് ഇവിടെ ഗതാഗത കുരുക്കിൽപ്പെട്ട് കിടക്കുന്ന കാഴ്ചകൾ ഓരോ മിനിറ്റുകളിലും ഇവിടെ പതിവ് കാഴ്ചയാണ്. വിലപ്പെട്ട ജീവനുകളാണ് ആ വാഹനത്തിനുള്ളിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ട്രാഫിക് സംവിധാനം, അതായത് ഇവിടെ മതിയായിട്ടുള്ള ട്രാഫിക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥരില്ലാത്ത ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. അടിയന്തരമായി ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം പാരിപ്പള്ളി പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. ഇപ്പോൾ തന്നെ ഓരോ മിനിറ്റുകൾ തോറും തന്നെ ഇവിടെ വാഹനങ്ങൾ കടന്നു വരുന്നു. കാരണം ഈ ജംഗ്ഷൻ നല്ല തിരക്കുള്ള ജംഗ്ഷൻ ആണല്ലോ. ആംബുലൻസ് അടക്കം പലപ്പോഴും വന്ന് കുടുങ്ങി കിടക്കുന്ന സാഹചര്യം. ഞങ്ങൾ കാണിച്ച ആ ഒരു ബസ് ആണ് ഇപ്പോൾ പുറകിലുള്ളത്. എട്ട് മണിയോടുകൂടി KSRTC ബസ്സിൽ യാത്ര ചെയ്യുകയാണ് ഞങ്ങളുടെ ക്യാമറമാൻ അനീഷ് മംഗലപുരം ചിത്രീകരിച്ച ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടത്. ആ ഒരു ബസ് വൺ വേ സിസ്റ്റം ലംഘിച്ച് അങ്ങോട്ട് പോകുന്നതായിട്ടാണ് ദൃശ്യങ്ങൾ കാണാൻ കഴിഞ്ഞത്. അതിനെ തുടർന്നാണ് ഞങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഒരു അന്വേഷണവുമായി ഇവിടെ എത്തിയത്. ഇപ്പോൾ പാരിപ്പള്ളിയിലാണുള്ളത്. ഈ കാണുന്ന വർക്കല പാരിപ്പള്ളി മേഖലയിൽ സർവീസ് നടത്തുന്ന ഗോകുലം എന്ന സ്വകാര്യ ബസ്സാണ് ആ ദൃശ്യത്തിൽ കണ്ടത്. നമുക്ക് ആ ഡ്രൈവറോട് ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. ഇന്ന് രാവിലെ നിങ്ങളുടെ ബസ് ഒരു വൺ വേ തെറ്റിച്ചു പോകുന്ന ദൃശ്യങ്ങൾ. നമ്മുടെ ബസ്സല്ല, എല്ലാ ബസ്സും അതുവഴിയാണ് പോകുന്നത്. എല്ലാ ബസ്സും സ്വാഭാവികമായിട്ട് നിങ്ങളെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല. കാര്യം നിങ്ങൾക്ക് വർക്കലയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടി വരും അല്ലേ? ആകെ 7 മിനിറ്റ് കൊണ്ടാണ് ചാവറോഡ് പാസ് ചെയ്യാറുള്ളത്. എല്ലാ വണ്ടിയും അതുവഴിയാണ് പോകുന്നത്. പ്രൈവറ്റും KSRTC ഫാസ്റ്റും എല്ലാം അതുവഴിയാണ് പോകുന്നത്. നിങ്ങൾ ഇപ്പൊ അതുവഴി പോകുമ്പോൾ ഒരുപാട് പ്രാവശ്യം ഇന്ന് രാവിലെയും ഗതാഗത കുരുക്കുണ്ടായി. ഒരു KSRTC ബസ് വന്നിട്ട് അവിടെ ബ്ലോക്ക് ഉണ്ടായിരുന്നു അല്ലേ? വേറെ നിവൃത്തിയില്ലാത്തോണ്ട് പോകുന്നത്. വേറൊരു വഴിയില്ല, അപ്പുറം വഴി കറങ്ങി വന്നതിൽ ഏകദേശം 3 കിലോമീറ്റർ ചുറ്റി തിരിഞ്ഞു പോകണം. അപ്പോഴത്തേക്ക് നിങ്ങളുടെ സമയത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഈ RTO പോലീസിന്റെ സസ്പെൻഡ് ഈ വിഷയം അറിയത്തില്ല, അവർ പ്രത്യേകിച്ചൊന്നും ചെയ്തതെന്നില്ല. ഏതായാലും ഇവരൊക്കെ നിസ്സഹായരാണ്. ഈ വിഷയത്തിൽ ഇവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ ഒരു ഗതാഗത പരിഷ്കരണം വേണ്ട രീതിയിൽ നടപ്പിലാക്കാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നം കൂടിയാണത്. 1 മിനിറ്റിന്റെയും 2 മിനിറ്റിന്റെയും വ്യത്യാസത്തിൽ സർവീസ് നടത്തുന്ന ഈ സ്വകാര്യ ബസ്സുകളൊക്കെ ഒരു പക്ഷേ ഈ പറഞ്ഞ സ്ഥലം ചുറ്റിത്തിരിഞ്ഞ് ഏകദേശം 3 കിലോമീറ്റർ ചുറ്റിത്തിരിഞ്ഞ് വേണം ഇവർക്ക് വർക്കലയിലേക്ക് പോകുന്ന ആ ഒരു റോഡിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. അത് എളുപ്പത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയാണ് ഒരു പക്ഷേ ഇവർ അത്തരത്തിൽ ആ വൺ വേ സംവിധാനം തെറ്റിച്ച് പോകുന്നതെന്നാണ് ആ ബസ്സിന്റെ ജീവനക്കാരൻ ഞങ്ങളോട് പ്രതികരിച്ചത്. ഈ ഒരു സ്വകാര്യ ബസ് മാത്രമല്ല, പാരിപ്പള്ളിയിൽ നിന്ന് വർക്കലയിലേക്ക് സർവീസ് നടത്തുന്ന എല്ലാ സ്വകാര്യ ബസ്സുകളും നിലവിൽ ആ ഒരു വൺ വേ സിസ്റ്റം തെറ്റിച്ച് തന്നെയാണ് പോകുന്നതെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. പക്ഷേ ഇതിനകത്ത് വരുന്ന ഒരു അപകടം, ഈ പറഞ്ഞ മെഡിക്കൽ കോളേജ്, കൊല്ലം മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഈ പാരിപ്പള്ളി. പലപ്പോഴും
ഓരോ മിനിറ്റുകളിലും പല സ്ഥലങ്ങളിൽ നിന്ന് ആംബുലൻസുകൾ ചീറിപ്പാഞ്ഞെത്തുന്ന സ്ഥലമാണ്. ഇത്തരത്തിൽ വൺ വേ സംവിധാനം തെറ്റിച്ചു പോയി കഴിഞ്ഞാൽ ഒരു രോഗിയുടെ അല്ലെങ്കിൽ ഒരാളിന്റെ ജീവൻ നഷ്ടപ്പെടാനുള്ള സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായിട്ട് ഒരു ഇടപെടൽ നടത്തി ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ക്യാമറാമാൻ അനീഷ് മംഗളത്തോടൊപ്പം രജനീഷ്, വിസ്മയ ന്യൂസ്.